ഹലോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കൊച്ചിക്കോയൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കഴിക്കണേ. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാലിപ്പൂവൻ പഴമാണ് എടുക്കേണ്ടത്. അതൊരു 8 എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കണേ. അപ്പോൾ പഴം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നിനുമല്ല, നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് തയ്യാറാക്കാനുള്ള പാത്രം എടുക്കുമ്പോൾ ഒരു കുഴിയുള്ള പാത്രം അല്ലെങ്കിൽ ഒരു കലോ ആണ് എടുക്കേണ്ടത്. അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പിൻ്റെ മുകളിലായിട്ട് കേട്ടോ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്തിയിട്ടുണ്ട്. എന്നിട്ടിത് തവി കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടൊക്കെ നമുക്ക് എന്തുണ്ടെങ്കിലും നല്ലവണ്ണം ഉടച്ചെടുക്കണേ. മിക്സിയിൽ അടിച്ചെടുക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 5-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടരുത്, ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ചീകിയിട്ട് നല്ലവണ്ണം കൈവച്ച് ഞാൻ ഞരടിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയുള്ളി അങ്ങനെ അതിൻ്റെ നീരെടുത്തിട്ടും ചേർത്തി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഞാൻ പിഴിഞ്ഞ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിൻ്റെ നീരാണ് കേട്ടോ ചേർത്തിയിട്ടുള്ളത്. എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ഗ്ലാസ് പശുവിൻ പാലും അതുപോലെ തന്നെ 1 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലുമാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മധുരമൊക്കെ നോക്കണം കേട്ടോ, മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വറുത്ത അവിലാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് വറുത്തെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒഴിച്ച പാടന്നെ കഴിക്കും ചെയ്യണേ. അവിലൊന്നും കുതിർന്ന് പോകും ചെയ്യരുത്. അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാ വെച്ചാൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കേണ്ടത്. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കൊച്ചിക്കോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൂവൻ പഴമൊക്കെ കിട്ടുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.